വർഷം ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കെ യുദ്ധക്കളത്തിലെ ദുരൂഹമായ നിശബ്ദത ഒരു ഭീകരമായ കൊടുങ്കാറ്റിന്റെ സൂചനയാണോ എന്ന ആശങ്കയിലാണ് ആഗോള സമൂഹം. ഹൂതികൾ യുദ്ധത്തിൽ പങ്കുചേരുമോ എന്ന ചോദ്യം വെറും രാഷ്ട്രീയമല്ല, മറിച്ച് ലോക വ്യാപാരത്തിന്റെ നട്ടെല്ല് തകരുമോ എന്ന ഭീതിയിൽ നിന്ന് ഉടലെടുത്തതാണത്. ഇറാൻ വർഷങ്ങളായി പോഷിപ്പിച്ച യമനിലെ ഹൂതികൾ ആയുധമെടുത്താൽ അത് കേവലം ഒരു പ്രാദേശിക യുദ്ധമായി ഒതുങ്ങില്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തെ തന്നെ അടിമയിൽ മാറ്റിവരയ്ക്കുന്ന വലിയൊരു സാമ്പത്തിക ഹിരോഷിമക്കാണ് അത് വഴിമരുന്നിടുക. ചെങ്കടൽ തീരത്ത് പുകയുന്ന ഈ കനലുകൾ ആഗോള വിപണിയെ ഒന്നാകെ ദഹിപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. യമൻ ആസ്ഥാനമായുള്ള ഹൂതികൾ യുദ്ധത്തിൽ സജീവമായാൽ ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബാബൽ മന്ദേവ് കടലിടുക്കിന്റെ ഉപരോധമായിരിക്കും. ഹോർമൂസ് കടലിടുക്കിന് പിന്നാലെ ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ പാത കൂടി അടയ്ക്കപ്പെട്ടാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ജലപാതകളെ ഒരേ സമയം ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാകുമത്. നിലവിൽ തങ്ങളുടെ വിരലുകൾ ട്രിഗറിലാണെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാന്റെ 3 ഘട്ട തന്ത്രത്തിന്റെ ഭാഗമായി ഹൂതികൾ കടലിടുക്കുകൾ ലക്ഷ്യം വെച്ചാൽ ആഗോള വിതരണ ശൃംഖല പൂർണ്ണമായും നിശ്ചലമാകും. ഷിപ്പിംഗ് ഭീമനായ മെഴ്സ്ക് പോലും ഇതിനകം സർവീസുകൾ നിർത്തിവെച്ചത് വരാനിരിക്കുന്ന മഹാദുരന്തത്തിന്റെ വ്യക്തമായ സൂചന തന്നെയാണ്. സാമ്പത്തികമായി നോക്കിയാൽ ലോകത്തിലെ സമുദ്രോപരിതല എണ്ണയുടെ 30% ഈ 2 പാതകളിലൂടെയുമാണ് നീങ്ങുന്നത്. സൂയസ് കനാൽ വഴി നടത്തുന്ന ഏഷ്യ യൂറോപ്പ് വ്യാപാരത്തിന് ബാബൽ മന്ദേവ് അല്ലാതെ മറ്റൊരു എളുപ്പവഴിയില്ല. ഈ പാത തടസ്സപ്പെട്ടാൽ കപ്പലുകൾക്ക് ആഫ്രിക്കയെ വലം വെച്ച് 15 ദിവസത്തോളം അധികം സഞ്ചരിക്കേണ്ടതായി വരും. ഇത് യാത്രാ ചെലവ് കോടിക്കണക്കിന് ഡോളർ വർദ്ധിപ്പിക്കുകയും ആഗോള വിപണിയിൽ എണ്ണവില $100 മുകളിലേക്ക് കുതിക്കാൻ കാരണമാവുകയും ചെയ്യും. ലെബനീസ് ഓസ്ട്രേലിയൻ രാഷ്ട്രീയ നിരീക്ഷകനായ മാരിയോ നോഫൽ നിരീക്ഷിക്കുന്നത് പോലെ ഈ പോരാട്ടം സങ്കല്പത്തിന് അതീതമായി കൂടുതൽ രൂക്ഷമാകാനും മേഖലയാകെ പടർന്നു പിടിക്കാനുമുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. ഹൂതികളുടെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള കൂട്ടാക്രമണങ്ങൾ അത്യാധുനിക നാവികസേനകളെ പോലും വിറപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. ഇറാന്റെ രഹസ്യാന്വേഷണ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ ഹൂതികളുടെ പ്രഹരശേഷി ഇരട്ടിയാകും. മറുഭാഗത്ത് ഇസ്രായേൽ സൊമാലിലാൻഡിൽ സൈനിക താവളം ഉറപ്പിക്കാൻ നീക്കം നടത്തുന്നത് ഈ ഭീഷണിയെ നേരിടാനാണ്. ചുരുക്കത്തിൽ ഹോർമൂസും ബാബൽ മന്ദേവും ഒരേ സമയം ഉപരോധിക്കപ്പെട്ടാൽ ലോകം ഇന്നുവരെ കാണാത്ത ഒരു സാമ്പത്തിക തകർച്ചയ്ക്കാകും അത് സാക്ഷ്യം വഹിക്കുക.